ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ രീതിയിലുള്ള നല്ല തേങ്ങ വറുത്തരച്ച ചെമ്മീൻ തീയലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നല്ല പച്ച ചെമ്മീനാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ നല്ല നാടൻ രീതിയിൽ തന്നെയുള്ള ചെമ്മീൻ തീയലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കഷ്ണങ്ങളും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കൊച്ചുള്ളിയും തക്കാളിയും, പിന്നെ എടുത്തിരിക്കുന്നത് ചേനയും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചുള്ളിയാണ് ഇത്. കൊച്ചുള്ളിയും പിന്നെ കുറച്ച് ചേന, കറിവേപ്പില, മുരിങ്ങക്കോല്, പിന്നെ തക്കാളി നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഇത്തിരി വെള്ളം വെച്ചൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളയ്ക്കാനായിട്ട് ഇങ്ങനെ വരുന്നതിൽ ചൂടാകുന്നുണ്ട് നന്നായിട്ട്. അപ്പം നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഞാനിപ്പോഴേ നമ്മൾ ചേർക്കത്തില്ല. തക്കാളി ഇപ്പോഴേ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്തങ്ങോടഞ്ഞ് പോകും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴാണ് ഇത്രയും കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോഴാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ നമുക്കൊന്ന് പൊളിച്ച് വെക്കണം. ഒത്തിരി ചെറുതല്ല, നേരത്തരമുള്ള ചെമ്മീനാണ്. ഇതൊക്കെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ പൊളിച്ചെടുക്കുവാണ്. നല്ല പച്ച ചെമ്മീനായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം പൊളിക്കാൻ, അത് മുറിഞ്ഞു പോകും. അപ്പം വലിയ ചെമ്മീനുമായിരുന്നു. ഒത്തിരി ഓവറായിട്ട് വലുതാകുവാണെങ്കിലും നമുക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇത് നല്ല ഇടത്തരമായിട്ടുള്ള നല്ല പച്ച ചെമ്മീൻ തന്നെയായിരുന്നു. ഇത് നല്ല പൂവാലൻ ചെമ്മീനാണ്. അപ്പം നമുക്ക് തീയിൽ വെക്കാൻ ഏറ്റവും നല്ലതും ഇത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചെമ്മീനായിരുന്നു, നല്ല പച്ച ചെമ്മീൻ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പം നമുക്കിതിന് വേണ്ടിയുള്ള നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്താന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുമണം. പിന്നെ നമുക്കതൊന്ന് വറുത്തെടുക്കണം തേങ്ങ. ഇത് ഈ സമയത്ത് ഇതൊന്ന് വേഗം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ വറുക്കാനുള്ള തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് നമ്മളെടുത്തിരിക്കുന്നത്. പിന്നെ 2-3 കഷ്ണം അല്ലി വെളുത്തുള്ളിയും പിന്നെ 3 കഷ്ണം കൊച്ചുള്ളിയുമാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ ഈ കഷ്ണങ്ങൾ വേകുന്ന ഈ പാത്രം നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്താണ് നമ്മളിപ്പോൾ തേങ്ങ വറുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ തീയും കുറച്ച് വെച്ചിരിക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ തീ തവയാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കണം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തക്കാളിയും ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ആവിയിലൊന്ന് ഇവിടെ തീയും കുറച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ ഈ ആവിയിലൊന്ന് വേണം. അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുവാണ്. തേങ്ങ കുറച്ച് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വലിയ പെരുംജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓരോ പൊടിയും നമ്മൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഇനിയിപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളകും 1 ഗ്രാമും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മുളക് പൊടി ലാസ്റ്റ് മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ തീ ഒന്ന് നല്ല സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി അങ്ങ് മൂപ്പിക്കുന്നില്ല. നന്നായിട്ട് അങ്ങ് മൂപ്പിക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളർ വരും. ഈ തീയിലൊക്കെ കൂട്ടിനനുസരിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ളവർക്ക് നമ്മൾ ഒത്തിരി അങ്ങ് മൂപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ആവശ്യത്തിനുള്ള മൂപ്പ് മാത്രം ഒരാൾ. പിന്നെ നല്ല തീയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് കളർ വരികയാണെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ഒരിത്തിരി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു കറുത്ത കളറായിരിക്കും. നല്ലൊരു കളറായിരിക്കും അതിന് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതിനെ കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മളിത് മൂപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ഇരുന്ന് കഴിയുമ്പോൾ തണുക്കാനായിട്ട് നമ്മൾ വെക്കുവാണ്. അപ്പോൾ ഒന്നും കൂടെ ഇത് ഈ പാത്രത്തിലിരുന്ന് തന്നെ ഒന്നും കൂടെ അതൊന്ന് നല്ല മൂത്ത് വരും. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്തിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേവുകയും ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പൊക്കെ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഇനിയിപ്പോൾ സിമ്മിലാണ് ഇടുന്നത്. ചെമ്മീനൊന്നും അധികം വേവില്ലാത്തത്. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി വരുവാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് വെള്ളമാണ് ഇനി നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേറെ വെള്ളങ്ങളോ ഒന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ റെഡിയായിട്ട് നല്ല തണുത്തിരിക്കുക. ഒത്തിരി അങ്ങ് തണുത്തില്ല, എന്നാൽ അത്യാവശ്യം തണുപ്പുമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ അരച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ അരച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഷ്ണത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് കുറവാന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പതുക്കെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഒത്തിരി നമ്മൾ തീ കൂട്ടി വെക്കണ്ട. ഇച്ചിരി തീ കുറച്ച് വെച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് തിളവരട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറിയെല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല കറക്റ്റ് തിളച്ച് നല്ല എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളിനി താളിച്ചും കൂടെ ഒന്ന് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് മാറ്റി വെക്കാം. കറി താളിക്കാൻ വേണ്ടി ഞാനൊരു തവയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല സൂപ്പർ നല്ല ചെമ്മീൻ വറുത്തരച്ച തീയലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ.
താങ്ക് യു.